ഉണരുവിൻ ദൈവജനമേ, കൃപയിൻ നാളുകൾ തീർന്നിടാറായി. ഒരുങ്ങുവിൻ വിശുദ്ധർ കൂട്ടമേ, യേശുവിൻ വരവ് സമീപമായി. യേശുനാഥാ ഞാനെന്തുള്ളൂ, തിരുമുൻപിൽ നിൽപ്പാൻ ഞാനെന്തുള്ളൂ. തിരുക്കരം നീട്ടി അനുഗ്രഹിക്കൂ, ഏഴയാമെന്നെ ഇന്നിഹത്തിൽ. യേശുനാഥാ ഞാനെന്തുള്ളൂ, തിരുമുൻപിൽ നിൽപ്പാൻ ഞാനെന്തുള്ളൂ. തിരുക്കരം നീട്ടി അനുഗ്രഹിക്കൂ, ഏഴയാമെന്നെ ഇന്നിഹത്തിൽ. കാഹളനാദം മുഴങ്ങിടുമേ, വാനിൽ കർത്തനേശു വെളിപ്പെടുമേ. മരിച്ചവരക്ഷയരായി ഉയിർക്കുമേ, വേഗം നാൻ രൂപാന്തരം പ്രാപിക്കും. യേശുനാഥാ ഞാനെന്തുള്ളൂ, തിരുമുൻപിൽ നിൽപ്പാൻ ഞാനെന്തുള്ളൂ. തിരുക്കരം നീട്ടി അനുഗ്രഹിക്കൂ, ഏഴയാമെന്നെ ഇന്നിഹത്തിൽ. യേശുനാഥാ ഞാനെന്തുള്ളൂ, തിരുമുൻപിൽ നിൽപ്പാൻ ഞാനെന്തുള്ളൂ. തിരുക്കരം നീട്ടി അനുഗ്രഹിക്കൂ, ഏഴയാമെന്നെ ഇന്നിഹത്തിൽ. അവനവൻ ചെയ്തതിനൊത്തവണ്ണം പ്രതിഫലം നിശ്ചയം പ്രാപിക്കുമേ. ഒരുങ്ങിടാം പ്രിയരേ നാമൊന്നായി, യേശുവിൻ വരവിനായി ഒരുങ്ങിടാം. യേശുനാഥാ ഞാനെന്തുള്ളൂ, തിരുമുൻപിൽ നിൽപ്പാൻ ഞാനെന്തുള്ളൂ. തിരുക്കരം നീട്ടി അനുഗ്രഹിക്കൂ, ഏഴയാമെന്നെ ഇന്നിഹത്തിൽ. യേശുനാഥാ ഞാനെന്തുള്ളൂ, തിരുമുൻപിൽ നിൽപ്പാൻ ഞാനെന്തുള്ളൂ. തിരുക്കരം നീട്ടി അനുഗ്രഹിക്കൂ, ഏഴയാമെന്നെ ഇന്നിഹത്തിൽ. ഉണരുവിൻ ദൈവജനമേ, കൃപയിൻ നാളുകൾ തീർന്നിടാറായി. ഒരുങ്ങുവിൻ വിശുദ്ധർ കൂട്ടമേ, യേശുവിൻ വരവ് സമീപമായി. യേശുനാഥാ ഞാനെന്തുള്ളൂ, തിരുമുൻപിൽ നിൽപ്പാൻ ഞാനെന്തുള്ളൂ. തിരുക്കരം നീട്ടി അനുഗ്രഹിക്കൂ, ഏഴയാമെന്നെ ഇന്നിഹത്തിൽ. യേശുനാഥാ ഞാനെന്തുള്ളൂ, തിരുമുൻപിൽ നിൽപ്പാൻ ഞാനെന്തുള്ളൂ. തിരുക്കരം നീട്ടി അനുഗ്രഹിക്കൂ, ഏഴയാമെന്നെ ഇന്നിഹത്തിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ആരാണെന്ന് ലോകത്തോട് പ്രസ്താവിച്ച ചില പ്രസ്താവനകൾ, അതായത് ഞാനാകുന്നു
എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അവകാശ പ്രഖ്യാപനങ്ങളായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് താൻ ദൈവമാകുന്നു എന്ന് തെളിയിക്കുന്നവയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയത് തന്നെ യേശു ദൈവപുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് വിശ്വസിക്കേണ്ടതിനാണ്. യേശു ക്രിസ്തു ദൈവമാകുന്നു എന്ന് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്നും അവൻ്റെ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒടുവിലായിട്ട് അങ്ങനെയുള്ള ആ പ്രസ്താവനകളിൽ തൻ്റെ ശിഷ്യന്മാരോടായിട്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത 7 അവകാശ പ്രഖ്യാപനങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചിരുന്നു. അതിലൊന്നാമത്തത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. 2, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 3 പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു. 4 അവൻ്റെ അവകാശ പ്രഖ്യാപനം, ഞാൻ നല്ല ഇടയനാകുന്നു. 5 കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 6 പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഇത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. അതുപോലെ തന്നെ 7 കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഈ 7ാമത്തേതാണ് നാം ഇന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പ്രഖ്യാപിക്കുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യോഹന്നാൻ 15:5. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ 7 അവകാശ പ്രഖ്യാപനങ്ങളിൽ ആദ്യത്തെ 5 അത് പൊതുജനത്തിൻ്റെ മധ്യേ പരസ്യമായിട്ട് പ്രസ്താവിച്ചിട്ടുള്ളവയാണ്. എന്നാൽ ഒടുവിലത്തെ 2 പ്രഖ്യാപനങ്ങൾ, അതായത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ളതും ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്നും പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞ കാര്യമാണ്. കർത്താവും ശിഷ്യന്മാരും മാളിക മുറിയിൽ പെസഹ ഭക്ഷണവും കർത്തൃമേശയും സ്ഥാപനവും കഴിഞ്ഞ ശേഷം, പെസഹ ആചരണത്തിന് ശേഷം യഹൂദന്മാർ പതിവ് പോലെ ദേവാലയത്തിലേക്ക് വന്ന് രാത്രിയിൽ ദേവാലയത്തിൽ ഇരുന്ന് അവർ പ്രാർത്ഥന കഴിച്ചിട്ട് മടങ്ങിപ്പോവുക പതിവാണ്. അങ്ങനെ ഉള്ള പതിവനുസരിച്ച് കർത്താവും ആ ദേവാലയത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ആ മാളിക മുറിയിൽ നിന്നും വരുന്ന കാര്യമാണ് നാം അവിടെ കാണുന്നത്. ദേവാലയത്തിന് ആകെ കൂടെ ഏക വാതിലേ ഉള്ളൂ. അത് ദേവാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഉള്ള വാതിലാണ്. ആ വാതിലിൻ്റെ ഇരുവശവുമായിട്ട് മഹാനായ ഹേരോദാവ് 2 മാർബിൾ തൂണുകൾ സ്ഥാപിച്ചിരുന്നു. ആ 2 മാർബിൾ തൂണുകളിലുമായിട്ട് ഓരോ മുന്തിരിച്ചെടി ചുറ്റിപ്പടർന്ന മുകളിൽ വരെ എത്തി നിൽക്കത്തക്ക വിധത്തിൽ അത് കൊത്തുപണിയായിട്ട് അതിൽ പണിതിരുന്നു. കൂടാതെ ദേവാലയത്തിൻ്റെ വാതിൽ താമ്രം കൊണ്ട് വാർത്തുണ്ടാക്കിയതായിരുന്നു. അത് കൊരിന്തിൽ വെച്ച് വാർത്ത് ഉണ്ടാക്കി ഹേരോദാവ് യെരുശലേമിൽ കൊണ്ടുവന്ന് ഈ ദേവാലയത്തിൻ്റെ പ്രധാന കതകായിട്ട്, വാതിലായിട്ട് അത് അവിടെ സ്ഥാപിക്കുകയായിരുന്നു. ആ താമ്രക്കതകിൽ സ്വർണം പതിപ്പിച്ച ഒരു മുന്തിരിച്ചെടിയുടെ ശില്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെ സുന്ദരം എന്ന ദേവാലയ ഗോപുരം, ബ്യൂട്ടിഫുൾ ഗേറ്റ് എന്ന് വിളിച്ചിരുന്നു. സ്വർണം കൊണ്ട് താമ്ര കതകിൽ പതിപ്പിച്ച ഈ മുന്തിരിവള്ളിയും അതിൻ്റെ കൊമ്പുകളും അത് കാണിക്കുന്നത് ഇസ്രായേൽ സഭയെ കാണിക്കുന്നതായിട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനം 80-8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നീ മിസ്രയീമിൽ നിന്നും ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് അത് നട്ടു, നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു,
അപ്പോൾ മിസ്രയീമിൽ നിന്നും ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന് കനാൻ ദേശത്തെ പാർപ്പിച്ച ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മുന്തിരി ആകണം. യെശയ്യാവ് 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും ഇസ്രായേൽ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവം ഉദ്ദേശിച്ച ഫലം ആ മുന്തിരിയിൽ നിന്ന് ലഭിച്ചില്ല എന്നാണ് നാം കാണുന്നത്. യിരെമ്യാ പ്രവാചകൻ അത് സംബന്ധിച്ച് പറയുന്നുണ്ട്. ഞാൻ നിന്നെ അവിടെ വായിക്കുന്നത്, ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ എനിക്ക് നീ കാട്ടുമുന്തിരിയുടെ തൈയായി തീർന്നത് എങ്ങനെ? യിരെമ്യാവ് 2:21. അതിന് കാരണം ഹോശേയ പ്രവചനത്തിൽ കാണാം. എന്തുകൊണ്ടതങ്ങനായി തീർന്നു? ഇസ്രായേൽ, അവിടെ വായിക്കുന്നത്, ഇസ്രായേൽ പടർന്നിരിക്കുന്ന മുന്തിരിവള്ളിയാകുന്നു. തൻ്റെ ഫലത്തിൻ്റെ ബഹുത്വത്തിനു തക്കവണ്ണം അവർ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്ക് തക്കവണ്ണം അവർ ഭംഗിയുള്ള വിഗ്രഹസ്തംഭങ്ങളെ ഉണ്ടാക്കി. ഹോശേയ 1:10. ഈ കാര്യം ശലോമോൻ്റെ കാലത്ത് ദേശം വളരെ സമ്പൽ സമൃദ്ധിയായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അവർ വളരെയധികം തെറ്റായ മാർഗങ്ങളിൽ നടക്കുകയും വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു പോവുകയും സത്യദൈവത്തെ ഉപേക്ഷിച്ച് കളയുകയും ചെയ്തത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം അവരെ ഒരു മുന്തിരി തൈയായിട്ട് മുന്തിരിയായിട്ട് വളർത്തിയെടുത്തു. പക്ഷേ അവരതിൻ്റെ ഫലം കൊടുത്തില്ല എന്നുള്ളത് കാണാൻ കഴിയും. ഇതെല്ലാം കാണിക്കുന്നത് ഇസ്രായേൽ സഭ സാക്ഷാലുള്ള ദൈവത്തിൻ്റെ മുന്തിരി അല്ല എന്നുള്ളതാണ്. കർത്താവ് ദേവാലയ വാതിലായ ആ താമ്രക്കതകിൽ സ്വർണം കൊണ്ട് ശില്പിയായിട്ട് നിർമ്മിച്ചിരുന്ന ആ മുന്തിരിവള്ളിയെയും കൊമ്പുകളെയും കാണിച്ചുകൊണ്ട് അതിന് അല്പം ദൂരെ മാറി ഇരുന്നു കൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് ഉപദേശം നൽകുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. യോഹന്നാൻ 15:1. അവിടെ സാക്ഷാൽ എന്ന പ്രയോഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ധാരാളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ അർത്ഥം കലർപ്പില്ലാത്ത, അല്ലെങ്കിൽ ശുദ്ധമായ, 100% ശരിയായ എന്നുള്ള അർത്ഥമാണ്. അത് നിഴലായിട്ടൊന്നുമല്ല, പിന്നെയോ യഥാർത്ഥ പൊരുളാണ് എന്ന് കാണിക്കുകയാണ്. സാക്ഷാൽ എന്ന പ്രയോഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലയിടത്തും കാണുവാനായിട്ട് കഴിയും. നാം വായിക്കുന്നുണ്ട് 1-ാം അധ്യായത്തിൽ തന്നെ, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. നസനയേലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്കാണത്. ഇസ്രായേൽ എന്ന വാക്കിൽ അത് യാക്കോബിനെ കുറിച്ചുള്ളതാണ്. യാക്കോബിൽ അല്പം കപടം ഉണ്ടായിരുന്നു, എന്നാൽ ഇവനിൽ കപടമില്ല എന്നാണ് അർത്ഥം. നസനയേലിൽ ശമരിയാക്കാർ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്, അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്നാണ്. യോഹന്നാൻ 4:47. മോശ, യോശുവ, ദാവീദ്, ഗിദെയോൻ, അതുപോലെ ശിംശോൻ മുതലായ പല രക്ഷിതാക്കളും ഇസ്രായേലിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ സാക്ഷാൽ രക്ഷിതാവ്, ലോകത്തിൻ്റെ രക്ഷിതാവ്, അത് യേശു ക്രിസ്തുവാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ച രക്ഷിതാവാണ് യേശു ക്രിസ്തു. കർത്താവ് പറഞ്ഞു, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. അത് മനുഷ്യാത്മാവിൻ്റെ ഭക്ഷണമാണ്. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. പിന്നെ കർത്താവ് പറഞ്ഞ നിത്യജീവൻ്റെ മൊഴികളാണ് സാക്ഷാൽ നിത്യജീവൻ നൽകുന്ന ഭക്ഷണം. അവൻ്റെ ശരീരവും രക്തവും യാഗമായി സമർപ്പിക്കപ്പെട്ടത് പാപിയായ മനുഷ്യൻ്റെ ശരീരാത്മദേഹികളുടെ പൂർണ്ണ രക്ഷയ്ക്കാണ്. നിത്യജീവനും തേജസ്കരണവും പ്രാപിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് അത് സാക്ഷാൽ ഭക്ഷണം, അത് സാക്ഷാൽ പാനീയം എന്ന് കർത്താവ് പറഞ്ഞത്. ഇവൻ സാക്ഷാൽ ആ പ്രവാചകനെന്ന് ജനം പറഞ്ഞു. യോഹന്നാൻ 7:40. മോശ പറഞ്ഞ ആ പ്രവാചകൻ യേശു ക്രിസ്തു ആകുന്നു എന്ന് ചിലർ തിരിച്ചറിഞ്ഞു.
പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. അത് പുത്രൻ നിങ്ങൾക്ക് തരും എന്നാണ് പറഞ്ഞത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് യെശയ്യാ 53:4 കാണാം. ഇവിടെ സാക്ഷാൽ നമ്മുടെ രോഗമെന്ന് പറയുന്നത് പാപമാണ്. അതാണ് സാക്ഷാൽ രോഗം. ആ പാപത്തിൻ്റെ ഫലമായിട്ടാണ് പല രോഗങ്ങളും വന്നിരിക്കുന്നത്. ആ പാപത്തെ ആ കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചു. നമ്മുടെ പാപത്തെ അവൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചു. നാം വായിക്കുന്നത്, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെയും ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പത്രോസ് ഈ കാര്യം എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 2:24. ഇതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ഇവിടെയും സാക്ഷാൽ എന്നുള്ള പ്രയോഗം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ സ്നാപകൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാനായിട്ട് വന്നു. അവൻ സാക്ഷാൽ വെളിച്ചമല്ലായിരുന്നു, വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നവനാണ്. ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ്, അവനാണ് സാക്ഷാൽ വെളിച്ചം. ഇസ്രായേൽ മുന്തിരിവള്ളി ആയിരുന്നു, എന്നാൽ സാക്ഷാൽ മുന്തിരിവള്ളി അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങൾ ഇസ്രായേൽ എന്ന മുന്തിരിവള്ളിയുടെ കൊമ്പുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ, ശിഷ്യന്മാരോട് പറയുകയാണ്, ദേവാലയ മുറ്റത്തിരുന്നു കൊണ്ട്, നിങ്ങൾ സാക്ഷാൽ മുന്തിരിവള്ളിയായ എന്നിലാകുന്നു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമത്രേ എന്ന് കർത്താവ് പറഞ്ഞു. ശിഷ്യന്മാരുടെ തിരിച്ചറിയൽ എന്ന് പറയുന്നത് അതൊരു മതത്തോടോ സംഘടനയോടോ ബന്ധപ്പെട്ടതല്ല. അവരുടെ തിരിച്ചറിയൽ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അവർ ക്രിസ്തുവിലായിരിക്കുന്നു എന്നതാണ്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മസ്നാനത്താൽ ക്രിസ്തുവിനോട് ചേർക്കുകയാണ്, ക്രിസ്തു സഭയോട് ചേർക്കുകയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. മുന്തിരിത്തോട്ടത്തെ സംരക്ഷിക്കുന്ന കൃഷിക്കാരൻ, തോട്ടക്കാരൻ, അത് കർത്താവ് സ്വർഗീയ പിതാവാണ്, പിതാവായ ദൈവമാണ്. യേശുക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയും പിതാവ് അവനെ സൂക്ഷിക്കുന്നവനുമാകുന്നു. നാം വായിക്കുന്നുണ്ട് കർത്താവിനെ പറ്റി, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും ആയി വളർന്നു. യെശയ്യാ 53:2 കാണാതെ, പിതാവിനാൽ അവൻ സൂക്ഷിക്കപ്പെട്ടു. അവൻ മുന്തിരിവള്ളിയെ മാത്രമല്ല സൂക്ഷിക്കുന്നത്, അതിലുണ്ടാകുന്ന ഫലത്തെ, അതിൽ ഫലമുളവാക്കുന്നതും അതിൻ്റെ ഫലത്തെയും എല്ലാം സൂക്ഷിക്കുന്നത് പിതാവായ ദൈവമാണ്. ക്രിസ്തുവിൽ ഇരിക്കുന്ന ഒരുവന് മാത്രമേ ഫലം കായ്ക്കുവാനായിട്ട് കഴിയുള്ളൂ. ക്രിസ്തുവിൽ ഫലം കായ്ക്കാത്ത കൊമ്പുകളുണ്ട്. ഫലം കായ്ക്കുന്ന കൊമ്പുകളെന്ന് പറയുമ്പോൾ അവൻ ക്രിസ്തുവിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന സൽപ്രവർത്തികൾ മാത്രമേ നീതിപ്രവർത്തികളായിട്ട് ദൈവം കണക്കാക്കുകയുള്ളൂ. അല്ലാത്ത പ്രവർത്തികളിലെല്ലാം കറപുരണ്ട തുണി പോലെയാണ് അതെല്ലാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ഇരുന്നു കൊണ്ടുള്ള പ്രവൃത്തി, ക്രിസ്തുവിൽ ഇരുന്നു കൊണ്ട് കായ്ക്കുന്ന ഫലങ്ങൾ, അതാണ് ശരിയായ ഫലം. എന്നാൽ ക്രിസ്തുവിൽ കായ്ക്കാത്ത കൊമ്പുകളുണ്ട്, അതൊക്കെയും വെട്ടിക്കളയും എന്നാണ്, അതെല്ലാം നീക്കിക്കളയും. എന്നാൽ ക്രിസ്തുവിൽ കായ്ക്കുന്ന കൊമ്പുകളോ, അത് അധികം ഫലം കായ്ക്കേണ്ടതിന് അതിനെ ചെത്തി വെടിപ്പാക്കുന്നു എന്നാണ് വായിക്കുന്നത്. ഒരു കൊമ്പിൽ ആത്മീയ ഫലം ഉണ്ടാകണമെങ്കിൽ ആ കൊമ്പ് ക്രിസ്തുവിൽ നിലനിൽക്കണം. ക്രിസ്തുവിൽ നിലനിൽക്കാത്ത കൊമ്പുകൾ, അതിൽ കായ്ക്കുന്ന ഫലങ്ങൾ കയ്പുള്ള കായ്കൾ ആയിരിക്കും. അങ്ങനെ ദുഷ്പ്രവൃത്തികൾ നിറഞ്ഞതും ക്രിസ്തുവിൽ നിലനിൽക്കാത്തതുമായിരിക്കുന്ന കൊമ്പ്, അതൊക്കെയും പിതാവ് നീക്കം ചെയ്യുന്നു എന്നാണ്. എന്നിൽ വിശ്വസിക്കാത്തവനെ
ഒരു കൊമ്പ് പോലെ, ഒരു ബ്രാഞ്ച് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരുവൻ ഫലമില്ലാത്തവനാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ക്രിസ്തുവിലുള്ളവനല്ല. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു രാവിലെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു എന്ന് വായിക്കുന്നു. വഴിയരികെ ഒരു അത്തി നിൽക്കുന്നത് അവൻ ദൂരത്ത് കണ്ടു. അവൻ അതിൻ്റെ ഫലമന്വേഷിച്ചു. ഇലയല്ലാതെ ഒരു ഫലവും അതിൽ ഉണ്ടാകാൻ കാണാൻ കഴിയാൽ അവൻ ആ അത്തിയെ ശപിച്ചു. അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി എന്നാണ് നാം കാണുന്നത്. അതിരാവിലെ കർത്താവിന് വിശന്നു എന്ന് പറയുന്നതും ആ അത്തിയെ അവൻ ശപിച്ചു എന്ന് പറയുന്നതും ഉണങ്ങിപ്പോയതൊക്കെ എന്തിനെ കാണിക്കുകയാണ്? ഒരവസരത്തിൽ കർത്താവ് വഴി നടന്ന് ക്ഷീണിച്ച് ശമര്യയിലെ സുഖാർ പട്ടണത്തിൽ യാക്കോബിൻ്റെ ഉറവിനരികെ ഇരുന്നു. വളരെ ക്ഷീണിച്ചും വിശന്നും വഴിയരികെ ഉള്ള ഉറവിനരികെ ഇരിക്കുകയായിരുന്നു. നല്ല ദാഹമുണ്ട്, വിശപ്പുണ്ട്. ശിഷ്യന്മാർ പട്ടണത്തിൽ പോയി ആഹാര സാധനങ്ങൾ കൊള്ളുവാനായിട്ട് അവരെ മടങ്ങി വന്നു. ആഹാര സാധനങ്ങളുമായിട്ട് അവർ മടങ്ങി വന്നിട്ട് അവർ കർത്താവിനോട് പറഞ്ഞു, റബി ഭക്ഷിച്ചാലും. അപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതു തന്നെ എൻ്റെ ആഹാരമാകുന്നു. കർത്താവിൻ്റെ ആഹാരമെന്ന് പറയുന്നത് അവൻ്റെ ശാരീരികമായിരിക്കുന്ന വിശപ്പ്, അവൻ്റെ ശാരീരികമായിരിക്കുന്ന ദാഹം എന്നൊക്കെ പറയുന്നത്, അത് യഥാർത്ഥത്തിൽ അവൻ്റെ വിശപ്പും ദാഹവും എന്ന് പറയുന്നത് താൻ എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നുവോ ആ പ്രവൃത്തിയെ തികയ്ക്കുക, പിതാവിൻ്റെ പ്രവൃത്തിയെ തികയ്ക്കുക, പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുക എന്നുള്ളതാണ്. അതായിരുന്നു കർത്താവിൻ്റെ വിശപ്പ്. അല്ലാതെ അവൻ്റെ ശാരീരികമായ വിശപ്പല്ലായിരുന്നു. ഇസ്രായേലിൽ ആരായാലും അവര് ഒരു ശമര്യയിലായാലും കൊമ്പുകളിലെ ഫലത്തെ ആത്മീയമായിട്ട് ക്രിസ്തുവിനുള്ള ഫലം ആണോ എന്നാണ് പിതാവ് നോക്കുന്നത്. ആ ഫലം ക്രിസ്തുവിൽ നിന്ന് ഉണ്ടായതാണോ? അതാണ് കായ്ക്കുന്ന കൊമ്പുകൾ എന്ന് പറയുന്നിരിക്കുന്നത്. എന്നാൽ ആ കായ്ക്കുന്ന കൊമ്പുകളെ ചെത്തിവെടിപ്പാക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ അത് കൂടുതൽ ഫലം കായ്ക്കുവാനാണ്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ഒക്കെയും ഇങ്ങനെ ചെത്തിവെടിപ്പാക്കുന്നു. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു എന്ന് നാം വായിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ 6-7 വാക്യങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. പത്രോസ്, പൗലോസ് ഇവരൊക്കെ ഈ ചെത്തലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. കൂടുതൽ ഫലം കായ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം. പൗലോസ് പറയുന്നു, എനിക്ക് ഭവിച്ചത്, അതായത് തനിക്ക് ഭവിച്ച കഷ്ടതകൾ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. ഇത് റോമിലെ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് എഴുതുന്നതാണ്. ഫിലിപ്പ്യ ലേഖനത്തിൽ, ഫിലിപ്പ്യ ലേഖനം 1-12 വാക്യമാണ്. കാരാഗ്രഹത്തിൽ വെച്ച് ലേഖനം എഴുതുകയാണ്. അതിലാണ് ഫിലിപ്പിയയിലെ തടവ്, യെരുശലേമിലെ അറസ്റ്റ്, കൈസരിയിലെ 2 വർഷത്തെ തടവ്, കപ്പലിലുണ്ടായ കപ്പൽഛേദനം, റോമിലെ കാരാഗ്രഹവാസം, ഇതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്നാണ് പൗലോസ് പറയുന്നത്. പത്രോസും അക്കാര്യം പറയുന്നുണ്ട്. AD 64 നീറോയുടെ കാലഘട്ടത്തിൽ അനുഭവിച്ച പീഡകൾ, ആ പീഡകളൊക്കെ പത്രോസും സഹിക്കേണ്ടതായിട്ട് വന്നു. ഏഷ്യയിലെ പൊന്തോസിൽ നിന്നും ബാബിലോണിലേക്ക് പത്രോസിനും മറ്റ് അനേക വിശ്വാസികൾക്കും പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. അക്കാലത്ത് യോഹന്നാൻ അപ്പോസ്തലനും പീഡകൾ സഹിക്കേണ്ടി വന്നു. അതിൻ്റെ ഫലമായിട്ടാണ്
കൂടുതൽ കർത്താവിനായിട്ട് ഫലം കായ്പാനായിട്ട് തനിക്കും കഴിഞ്ഞത്. ആത്മീയ ജീവിതത്തിൽ അധികം ഫലം കായ്ക്കേണ്ടതിന് വിശ്വാസികൾ കഷ്ടതകൾ അവർക്ക് വരമായിട്ട് ദൈവം നൽകിയിരിക്കുകയാണ്. നമുക്ക് അനേക വരങ്ങൾ നൽകിയിട്ടുണ്ട്. വരങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അത് റോമാലേഖനം 12 1 കൊരിന്ത്യർ 12 കാണാം. ഈ വരങ്ങൾ എന്തിനാണ് തന്നിരിക്കുന്നത്? അത് ആത്മീക വർധനവിന് വേണ്ടിയായിട്ടാണ്, സഭയുടെ വർധനവിന് വേണ്ടിയായിട്ടാണ്. ആത്മീക വർധനനായിട്ട് ദൈവം നൽകിയിരിക്കുന്നവയാണത്. അതുപോലെ നമുക്ക് കഷ്ടതകൾ ഒരു വരമായിട്ട് തന്നിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശവും ഇവിടെ പറയുന്നത് പോലെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകുകയാണ്. അപ്പോൾ ചെത്തി വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഫലം കായ്ക്കുന്നതിന് ഇടയാകുന്നു. ആ ചെത്തൽ എന്നുള്ള ആ പ്രയോഗം നമ്മളുടെ ജീവിതത്തിൽ കഷ്ടതകളാകുന്ന ചെത്തലുകൾ, അത് അല്ലെങ്കിൽ ബാലശിക്ഷകൾ, ഇതൊക്കെ നമുക്ക് പ്രയാസമുളവാക്കുന്നതായിരിക്കാം. എന്നാൽ അതിൻ്റെ ഫലമായിട്ട് സുവിശേഷം അഭിവൃദ്ധിപ്പെടണം, ആത്മീക വർധനമുണ്ടാകണം, സഭയ്ക്ക് അനുഗ്രഹം ഉണ്ടാകണം. അതിനുവേണ്ടി ഇങ്ങനെ കഷ്ടം അനുഭവിക്കുവാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നാണ് 1 കൊരിന്ത്യർ ഫിലിപ്പി ലേഖനം 1:29 പറയുന്നത്. അപ്പോൾ കഷ്ടങ്ങളും പരിശോധനകളുമായിരിക്കുന്ന ഈ ചെത്തലുകൾ മൂലം കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുമെന്ന് യാക്കോബ് എഴുതിയിരിക്കുന്നു. മുന്തിരിവള്ളിക്ക് അതിൻ്റെ കൊമ്പിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട്. മുന്തിരിവള്ളി അത് താങ്ങായിട്ട് നിർത്തിയിരിക്കുന്ന കരിങ്കൽ തൂണുകൾ പോലെ നമ്മുടെ ദുഃഖങ്ങളിലും പരീക്ഷകളിലും കർത്താവ് നമുക്കെപ്പോഴും അത്താണിയായിട്ട് കൂടെയുണ്ട്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയയില്ല. കർത്താവ് പറഞ്ഞ വാക്കാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. കർത്താവിനെ പിരിഞ്ഞ് തൻ്റെ ശിഷ്യന്മാർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. കർത്താവും ശിഷ്യന്മാരും ഗലീല കടലിൻ്റെ പടിഞ്ഞാറേ കരയിൽ നിന്നും കിഴക്കേ കരയിലേക്ക് യാത്രയിൽ ക്ഷീണം മൂലം കർത്താവ് അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഉടനെ ഉണ്ടായ ഒരു കാറ്റ്, ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയി. അവർ പെട്ടെന്ന് കർത്താവിനെ ഉണർത്തി. കാറ്റും കോളും കൊണ്ട്, തിരമാലയും കൊണ്ട് ആ കടൽ വെള്ളം പടകിൻ്റെ ഉള്ളിലേക്ക് കയറി. അവർ വല്ലാതെ ഭയപ്പെട്ടു. എന്നാൽ കർത്താവ് ഉണർന്നു. അവൻ കാറ്റും കടലിനെയും ശാസിച്ചു. അവന് ശാന്തതയുണ്ടായി എന്ന് നാം കാണുന്നുണ്ട്. കർത്താവിനെ ഉണർത്താതെ, അവനെ കൂടാതെ അവർക്കൊന്നും സാധ്യമായിരുന്നില്ല. മറ്റൊരവസരത്തിൽ ഗലീല കടലിൽ തന്നെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നില്ല അവരോടുകൂടെ. അത് കൂടെയില്ലാത്ത ഒരു അവസരത്തിൽ അവർ തണ്ട് വലിച്ച് വലഞ്ഞതായി കാണാം. രാത്രിയിൽ 4-ാം യാമം വരെ കാറ്റിൻ്റെ പ്രതികൂലത്താൽ തണ്ട് വലിച്ച് അവരെ വലഞ്ഞു. കർത്താവിനെ പിരിഞ്ഞവർക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. കർത്താവ് അന്ന് കൂടെ ഉണ്ടായിരുന്നില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ കർത്താവ് കടലിന്മീതെ നടന്ന് വന്ന് അവരുടെ പടകിൽ കയറി. അപ്പോൾ തന്നെ പടക് മറുകരയിൽ എത്തുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്തു. നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവർ അവനെ വീണ് നമസ്കരിച്ചു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയും. കർത്താവ് 3 ശിഷ്യന്മാരുമായിട്ട് മറുരൂപമലയിൽ പോയി. ബാക്കിയുള്ള 9 ശിഷ്യന്മാർ ആ മലയുടെ അടിവാരത്തായിരുന്നു. അവരുടെ അടുക്കലേക്ക് ഒരു രോഗിയെ കൊണ്ടുവന്നു ചില ആളുകൾ. എന്നാൽ അതിനെ സൗഖ്യമാക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. കാരണം കർത്താവിനെ പിരിഞ്ഞ്
അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. ഗത്സമന തോട്ടത്തിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പോയി. ഒടുക്കം കർത്താവ് ഒരു കല്ലേർ ദൂരം അവരെ വിട്ട് മുന്നോട്ട് പോയപ്പോഴേക്കും ശിഷ്യന്മാരോട് പറഞ്ഞു പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ. പക്ഷേ കർത്താവിനെ പിരിഞ്ഞ് അവർക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ കഴിഞ്ഞില്ല. അവർ ഉറങ്ങിപ്പോയി. ഗത്സമന തോട്ടത്തിൽ വെച്ച് തന്നെ കർത്താവ് മഹാപുരോഹിതന്മാരുടെ പടയാളികളാൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നാം കാണുന്നത് ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി. പത്രോസ് 3 പ്രാവശ്യം അവനെ തള്ളിപ്പറഞ്ഞു. ആരുടെയും മുമ്പിലും നേരെ നിൽക്കുവാൻ ശിഷ്യന്മാർക്ക് ആർക്കും കഴിഞ്ഞില്ല. കർത്താവിനെ പിരിഞ്ഞ് അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് കർത്താവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് 7 പേർ ചേർന്ന് തിബരിയാസ് കടലിൽ മീൻ പിടിക്കുവാൻ പോയ സംഗതിയിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ടും അവർക്ക് ഒരു മീൻ പോലും പിടിക്കുവാൻ കഴിഞ്ഞില്ല. അവർക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് അവിടെ തെളിയുകയാണ്. കർത്താവിനെ പിരിഞ്ഞ് അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശു ക്രിസ്തു ചരിത്രപുരുഷനാണ്. യഹൂദ ചരിത്രകാരനായ ജോസീഫസ് തൻ്റെ ചരിത്രത്തിൽ വിവരിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. പീലാത്തോസ് തിബരിയാസ് കൈസറിന് എഴുതിയ കത്തിൽ പീലാത്തോസിൻ്റെ കത്തെന്ന നിലയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ലോകത്തിൽ നാം അറിയപ്പെടുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന ഗ്രന്ഥത്തിൽ 21,000 വാക്കുകൾ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. AD 61 114 ഇടയിൽ ജീവിച്ചിരുന്ന പ്ലിനി എന്ന റോമൻ ചരിത്രകാരനും AD 55 118 ഇടയിൽ ജീവിച്ചിരുന്ന ടാസിറ്റസ് എന്ന ചരിത്രകാരനും AD 69 140 ഇടയിൽ ജീവിച്ചിരുന്ന ചരിത്രകാരനായ സൂട്ടോണിയസും ക്രിസ്തുവിനെ കുറിച്ചും അവൻ്റെ മരണസമയത്ത് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് ഉണ്ടായ ഇരുട്ടിനെ സംബന്ധിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തു ചരിത്രപുരുഷനാണ്. അവൻ സാധാരണ ദേവന്മാരെ പോലെ ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. അവൻ ജീവിച്ചിരുന്ന് അവൻ ശിഷ്യന്മാരോട് ചേർന്ന് ലോകത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അനേകരെ സൗഖ്യമാക്കി താൻ ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. കർത്താവ് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ജീവനുള്ളവനുമാകുന്നു എന്ന് കർത്താവ് പറയുന്നു. യോഹന്നാൻ 1:18 വെളിപ്പാട് 1:18. അവൻ വീണ്ടും വരും. യേശുക്രിസ്തു ചെയ്ത അവകാശ പ്രഖ്യാപനങ്ങൾ അതുല്യവും അതിശ്രേഷ്ഠവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നാമത്തതാണ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ജീവൻ പ്രാപിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരണം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ വാതിലാകുന്നു. സ്വർഗത്തിലേക്കുള്ള കവാടം, ആ വാതിൽ കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ നല്ല ഇടയൻ ആകുന്നു. അഥവാ മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നവൻ, പാലിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, പോറ്റിപ്പുലർത്തുന്നവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. മനുഷ്യന് ജീവൻ നൽകുന്നവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. മരിച്ചവരിൽ നിന്ന് അവരെ ഉയർപ്പിക്കുന്നവനവനാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല.
ഏഴാമതായിട്ട് ഒടുവിൽ പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയയില്ല. കർത്താവ് ഈ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? അവിടെ എഴുതിയിട്ടുണ്ട്, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സന്തോഷം നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. കർത്താവിൻ്റെ സമാധാനം നമ്മിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ സമാധാനം ലഭിക്കുകയുള്ളൂ. കർത്താവ് തരുന്ന വിലയേറിയ വിശ്വാസം അത് നമ്മിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മെ രക്ഷയിലേക്ക് നടത്തുന്ന വിശ്വാസം നമ്മിലുണ്ടാകുകയുള്ളൂ. ആ വിശ്വാസമാണ് നമ്മെ പൂർണ്ണമായിട്ട് രക്ഷിക്കുന്നത്. ഓരോ വിശ്വാസിയും കർത്താവായ യേശുക്രിസ്തുവിൽ നിലനിന്നാൽ വളരെ ഫലം കായ്ക്കും എന്നാണ്. അതിനാൽ പിതാവായ ദൈവം മഹത്വപ്പെടുകയും ചെയ്യും. ക്രിസ്തുവിൽ ഒരുവൻ നിലനിൽക്കുന്നു എങ്കിൽ അവനെ ദൈവം അനുഗ്രഹിക്കും, ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയാകും. എന്നാൽ ഒരുവൻ നിലനിൽക്കുന്നില്ല എങ്കിൽ, അവൻ ക്രിസ്തുവിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ അവനെ ഒരു കൊമ്പ് പോലെ പുറത്തിടുകയും അവൻ ന്യായവിധിയിൽ അകപ്പെടുകയും നശിച്ചു പോവുകയും ചെയ്യും. എന്നാൽ ന്യായവിധിയിൽ നിന്ന് ഒഴിവായിരിക്കുവാനും നിത്യജീവൻ പ്രാപിച്ച് സ്വർഗത്തിന് അവകാശിയായി തീരുവാനും സത്യദൈവവും ജീവനുമായ കർത്താവായ യേശുക്രിസ്തുവിൽ നിലനിൽക്കുവാനും സാധിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ നിലനിൽക്കണം. അവനിൽ നിൽക്കുന്നവർക്ക് മാത്രമേ, കൊമ്പുകളായിട്ട് മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ നിത്യതയോളം നിലനിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം അവൻ സത്യദൈവവും നിത്യജീവനും ആണ്. സത്യദൈവം നിത്യജീവനാം കർത്തനേശുനാമം സ്തുത്യമാത്രേ നിത്യകാലവും. സത്യദൈവം നിത്യജീവനാം കർത്തനേശുനാമം സ്തുത്യമാത്രേ നിത്യകാലവും. മുന്തിരീതൻ വല്ലിയാണവൻ, നാം കൊമ്പുകളത്രേ, ചന്തമോടെ കാഴ്ചിടും ഫലം. വിട്ടുപോകുവോർ കാഴ്ചിടും ഫലം കാട്ടുകായ്കളെന്നാകയാലവ. വിട്ടുപോകുവോർ കാഴ്ചിടും ഫലം കാട്ടുകായ്കളെന്നാകയാലവ. വെട്ടി വീഴ്ത്തിടും കത്തും തീയതിൽ പെട്ടുഴറിടും കഷ്ടം പാപികൾ. സത്യദൈവം നിത്യജീവനാം കർത്തനേശുനാമം സ്തുത്യമാത്രേ നിത്യകാലവും. ജീവതാരുവായ നിന്നിൽ ഞാൻ നിലനിന്നിടുവാൻ ദ്യോവിൻ ശക്തി ലഭ്യമാക്കെന്നിൽ. ജീവതാരുവായ നിന്നിൽ ഞാൻ നിലനിന്നിടുവാൻ ദ്യോവിൻ ശക്തി ലഭ്യമാക്കെന്നിൽ. നിന്നോടു പിരിഞ്ഞേതു കാലത്തും ഒന്നുമേ എനിക്കാവതില്ലേ. നിന്നോടു പിരിഞ്ഞേതു കാലത്തും ഒന്നുമേ എനിക്കാവതില്ലേ. തന്നിടും തവ വൻ കൃപയാലെ നിന്നിടും ജീവ കനികളേന്തി ഞാൻ. സത്യദൈവം നിത്യജീവനാം കർത്തനേശുനാമം സ്തുത്യമാത്രേ നിത്യകാലവും. യേശുക്രിസ്തു ആരാകുന്നു എന്ന ഈ 7 അവകാശ പ്രഖ്യാപനങ്ങളിലൂടെ കർത്താവ് ലോകത്തിന് തന്നെ വെളിപ്പെടുത്തി. യേശുക്രിസ്തു സാക്ഷാൽ ലോകരക്ഷിതാവും മഹാദൈവവും ആകുന്നു.
അവനിലൂടെ അല്ലാതെ വേറെ രക്ഷാമാർഗം ദൈവം ലോകത്തിൽ വെച്ചിട്ടില്ല. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.